ഈ കേസിന്റെ സമയത്ത് മാത്രമാണോ ലാലി വിൻസെന്റ് ഇതിൽ ഇടപെട്ടിട്ടുള്ളത്, അതോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ഇതിന്റെ പരിപാടികളുടെ സംഘാടനവുമായിട്ട് ബന്ധപ്പെട്ടോ അനന്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ മറ്റോ ആ തരത്തിൽ കൂടി ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങൾക്കെതിരെ കേസുകൾ പോലീസ് സ്റ്റേഷനിൽ കൂടി വന്ന സമയത്ത് എന്ന് വെച്ചാൽ 8 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയിലെയും കോർഡിനേറ്റർമാരാൾ കൂടിയാണ് ഈ സൊസൈറ്റി നടത്തുന്നത്. അപ്പോൾ 8 1 9 പേരുണ്ട് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും എതിരെ. ഹലോ, കേൾക്കാമോ മാഡം? കേൾക്കാമോ? എനിക്ക് കേൾക്കാം, പറഞ്ഞോളൂ. ഓരോരുത്തർക്കും എതിരെ കേസുകൾ വന്ന് തുടങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലായി, പോലീസ് പറഞ്ഞത് നേരാണ് എന്ന് മനസ്സിലായി. അപ്പം കേസുകൾ വന്ന് തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് പിന്നെ ഗത്യന്തരമില്ലെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് നിൽക്കക്കള്ളി ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ ശ്രീ അനന്തകൃഷ്ണനെതിരെ സൊസൈറ്റിയുടെ സെക്രട്ടറി കേസ് കൊടുക്കുകയും ഞാൻ അതിൻ്റെ കൂടെ നിന്ന് മൊഴി കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ സെക്രട്ടറി ഞങ്ങൾ ജനുവരി 16 കേസ് കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ മാഡം എന്നെ വിളിച്ചിട്ട് 2 പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞാണ് ഞാൻ അങ്ങോട്ട് തിരിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ ഈ കേസ് പ്രമീള പിൻവലിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനല്ല കേസ് കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു പ്രമീള അതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് കേസ് പിൻവലിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മാഡം ഞങ്ങളുടെ മൂവാറ്റുപുഴയുടെ കാര്യങ്ങൾ തീർത്തു തന്നാൽ ഞങ്ങളത് പിൻവലിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എങ്ങനെ തീർത്തു തരും എന്നുള്ളത് അവരോട് ഞാൻ ഉള്ള കാര്യങ്ങൾ, ഞങ്ങൾക്ക് ഇത്ര രൂപ, ഇത്ര വണ്ടി, ഇത് കൊടുക്കാനുണ്ട്, അത് ഞങ്ങൾക്ക് തീർത്തു തന്നാൽ മതി, അല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട. ഇനി തീർത്തു തരാൻ പറ്റിയില്ല എങ്കിൽ മൂവാറ്റുപുഴയുടെ ജനങ്ങളോട് മേടിച്ചിരിക്കുന്ന ആ പൈസ, പകുതി പൈസ എത്രയാണോ അത് തിരിച്ചു കൊടുക്കുക. അത് എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് അവർ എന്നോട് പറഞ്ഞു നമുക്ക് എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യാം എന്ന് പറഞ്ഞു. പിന്നെ അവരെന്നെ വിളിച്ചിട്ട് ഞാൻ ഫോൺ എടുത്തില്ല. കാരണം ഇത് സോൾവ് ചെയ്യുന്ന ആള് പണം വേണ്ട, വാഹനം മതി എന്ന് പറയുന്നതിൽ ഓഡിയോ റെക്കോർഡിംഗ് ഒക്കെ കൈവശമുണ്ട് എന്നൊക്കെ ലാലി വിൻസെന്റ് പറയുന്നുണ്ടായിരുന്നല്ലോ. അതെ ഞാൻ പറഞ്ഞതാണ് മാഡം. കാരണം എന്ന് പറഞ്ഞാൽ കിട്ടില്ല എന്ന് വന്നപ്പോൾ, വണ്ടി കൊടുക്കാൻ പറ്റില്ല എന്ന് വന്നപ്പോൾ 9 മാസം കഴിഞ്ഞിട്ടും വണ്ടി കൊടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ജനങ്ങളുടെ പൈസ കൊടുത്താൽ മതി, ഞങ്ങൾക്ക് വണ്ടി വേണ്ട, അതെങ്കിലും തിരിച്ചു കൊടുക്കാൻ ഞങ്ങൾ 400 പേർക്ക് അവരുടെ റീഫണ്ട് വേണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ട് അതുപോലും കൊടുക്കാൻ പറ്റില്ല എങ്കിൽ പിന്നെ ഞങ്ങൾ ഈ വണ്ടി വേണമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നതിൽ എന്താണ് അർത്ഥം? ജനങ്ങൾക്ക് വണ്ടി വേണ്ട, അവരടച്ച പൈസ കൊടുത്താൽ മതി, അതും കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയുമാണ് ഞങ്ങൾ നിൽക്കുന്നത്? അപ്പം ഞങ്ങളുടെ മേത്തേക്ക് വരാൻ തുടങ്ങിയ സമയത്താണ് ഞങ്ങൾ അനന്തകൃഷ്ണനെ സ്ട്രോങ് ആയിട്ട് പോലീസിനോട് പറഞ്ഞു, അനന്തകൃഷ്ണനെ എന്തെങ്കിലും ഒന്നില്ലേ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഞങ്ങളുടെ പണം മേടിച്ചു തരികയോ ചെയ്യണമെന്ന് പറഞ്ഞു. മൂവാറ്റുപുഴയിലെ പോലീസ് അത് കഴിഞ്ഞിട്ട് അത്രയും വിളിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് മൂവാറ്റുപുഴയിലെ അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന ആളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷമാണ് ശ്രീമതി ലാലി വിൻസെന്റ് എന്നെ കാണുകയും നമുക്ക് എങ്ങനെയെങ്കിലും പ്രമീള അനന്തുവിനെ ഒന്ന് ഇറക്കണം എന്ന് പറയുകയും. അപ്പോൾ ഞാൻ പറഞ്ഞു മാഡം ഈ നിമിഷം, ഈ 8 മണി നിമിഷത്തിൽ പോലും നിങ്ങൾ എത്രയും പെട്ടെന്ന് മൂവാറ്റുപുഴയുടെ ഇത്രയും രൂപ ഞങ്ങൾക്ക് തരാൻ സാധിക്കുമെങ്കിൽ തരിക, ഞങ്ങൾ കേസ് പിൻവലിക്കാമെന്ന് പറഞ്ഞു. ഇതിനിടയ്ക്ക് അനന്തകൃഷ്ണൻ എന്നെ ഓഡിയോ ഫോണിലൂടെയൊക്കെ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നും എന്നോട് ചേച്ചി ഇങ്ങനെ ഒരു ഇത് ചെയ്തല്ലോ എന്നെല്ലാം പറഞ്ഞു. പക്ഷെ എനിക്ക് അതിൽ സിമ്പതിയൊന്നും തോന്നിയില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നാളെ ഞങ്ങളുടെ വീടുകൾ, ഞങ്ങളുടെ മക്കളുടെ ഭാവി, ഞങ്ങളുടെ വീടുകൾ പോലും പോകുന്ന അവസ്ഥയിലേക്ക്, കാരണം ജനങ്ങൾ ഞങ്ങളെ കല്ലെറിയാൻ തുടങ്ങുവാണ്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും? എത്ര പണം നിങ്ങളിലൂടെ വഞ്ചിച്ചെടുത്തിട്ടുണ്ട് പ്രമീള? ഈ മൂവാറ്റുപുഴ മേഖലയിൽ നിന്ന് മാത്രം എത്ര പണം വഞ്ചിച്ചെടുത്തിട്ടുണ്ട്? ഇന്ന് ഞങ്ങൾ അതിന്റെ കണക്കെടുത്തു മാഡം. 9,18,70,555 രൂപ ഞങ്ങൾക്കിനി അവിടെ നിന്ന് കിട്ടാനുണ്ട്, ഞങ്ങളുടെ ആളുകൾക്ക് കൊടുക്കാനുണ്ട്. നിങ്ങൾ കൊടുത്ത പണം 9 കോടിയിലധികം രൂപ മൂവാറ്റുപുഴ മേഖലയിൽ പോലീസിന് ഞങ്ങൾ കണക്ക് കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടിയിരുന്ന് പോലീസിന് കണക്ക് കൊടുത്തിട്ടാണ് ഞങ്ങൾ പോന്നിരിക്കുന്നത്. അതിന്റെ എല്ലാ രേഖകളും ഞങ്ങളുടെ കൈവശങ്ങളിലും, ഞങ്ങളുടെ ജനങ്ങൾ അതിന്റെ എല്ലാ രേഖകളും ഞങ്ങൾക്ക് തരാനും തയ്യാറാണ്. ഈ പണം കൊടുത്തത് എങ്ങനെയാണ്? അക്കൗണ്ട് വഴിയാണോ അല്ലാതെയാണോ? ഈ പണം കൊടുത്ത അക്കൗണ്ട് വഴിയാണോ അല്ലാതെയാണോ? അത് അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന ആളുടെ 3 അക്കൗണ്ടുകൾ വഴിയാണ് ജനങ്ങൾ പൈസ കൊടുത്തിട്ടുള്ളത്. ഒരിക്കലും ഞങ്ങൾ ആരും കൈകൊണ്ട് പൈസ വാങ്ങിച്ചിട്ടില്ല. നേരിട്ട് അപേക്ഷകർ കൊടുക്കുകയായിരുന്നു അല്ലേ? അക്കൗണ്ടിലേക്കാണ് എല്ലാവരും പൈസ അടച്ചിരിക്കുന്നത്. നേരിട്ട് അപേക്ഷകർ കൊടുക്കുകയാണ് ചെയ്തത്.
നേരിട്ട് പോർട്ടൽ അപേക്ഷകളായിരുന്നു. സെപ്റ്റംബർ മുതൽ ഇങ്ങോട്ട് പോർട്ടൽ അപേക്ഷകളാണ്. അതിനു മുൻപ് ഈ വണ്ടി എടുക്കുന്ന സമയത്ത് പോർട്ടൽ അപേക്ഷകൾ ഇല്ലാതിരുന്നിട്ട് വെരിഫിക്കേഷന് വന്നപ്പോൾ അവിടെ വെച്ച് അവരോട് പോർട്ടൽ അപേക്ഷകൾ ഇവരുടെ സ്റ്റാഫ് വാങ്ങുകയാണ് ചെയ്തത്. അപ്പൊ അവരുടെ അതിന്റെ കണക്കുകളൊക്കെ ഉണ്ട് മാഡം. ശരി, ഞാൻ വരാം.